നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് പഠിപ്പാനായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. പ്രത്യേകിച്ച് മോനെ ഓർത്ത് നന്ദി പറയുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവനാ ഓർഗന് വായിച്ചു നമ്മളെ പാട്ട് പാടാനായിട്ട് വളരെ ഈണത്തിൽ താളത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിപ്പാനായിട്ട് നമ്മളെ സഹായിച്ചു. ദൈവം അവനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ മീറ്റിംഗ് മുതൽ റോമാലേഖനത്തിൻ്റെ അടുത്ത ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ തുടർന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ ഈ റോമാലേഖനം എടുത്ത് പഠിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ഭാഗം തന്നെ എടുക്കുവാനായിട്ടുണ്ടായ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, റോമാലേഖനത്തെക്കുറിച്ചുള്ളൊരു നല്ല അടിസ്ഥാനം നമ്മൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ആ ലേഖനം നമ്മൾ പഠിച്ച് അത് മനസ്സിലാവുകയാണ് എങ്കിൽ നമ്മുടെ ബൈബിളിലെ നമ്മുടെ വേദപുസ്തകത്തിലെ ഏത് പുസ്തകവും വേഗം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പുതിയ നിയമപുസ്തകങ്ങൾ, സുവിശേഷങ്ങളായാലും ലേഖനങ്ങളായാലും റോമാലേഖനത്തെക്കുറിച്ച് അതിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ഒരു ഗ്രാഹ്യമുണ്ടെങ്കിൽ വേറെ ഏത് പുസ്തകം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കി നിങ്ങൾക്കത് വേഗം മനസ്സിലാവും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷയിലേക്ക് നയിപ്പാനായിട്ടൊരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടുന്നത് എനിക്ക് തോന്നുന്നത് റോമാലേഖനമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ റോമാലേഖനത്തിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ അതിൻ്റെ ഒരു മുഖവുരയാണ് എന്ന് ഞാൻ തുടക്ക ക്ലാസ്സുകളിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു. ശേഷം 1 മുതൽ 19 വാക്യം മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ രക്ഷയുടെ ആവശ്യകതയെക്കുറിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചാണ് അപ്പോസ്തലൻ അവിടെ വിവരിച്ചു തരുന്നത്. നമ്മുടെ അവസ്ഥ എന്താ? വി നീഡ് ഗോസ്പൽ. നമുക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. വി നീഡ് ക്രോസ്. ആ ഒരു ബോധ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥയെ നമുക്കൊന്ന് വെളിവാക്കി തരികയാണ് 19 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ. തുടർന്ന് 3:21 മുതൽ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വരെ നീതീകരണത്തെ കുറിച്ചാണ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്. രക്ഷയെക്കുറിച്ച്, സാൽവേഷനെ കുറിച്ചാണ് പഠിപ്പിച്ചത് 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വരെ. തുടർന്ന് 6, 7, 8 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിൽ നീതീകരണത്തിന് ശേഷം വിശുദ്ധീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ തുടർന്ന് അനേക ആഴ്ചകളിൽ നമ്മൾ ഈ ഭാഗത്ത് നിൽക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടു, ഏകന്റെ അനുസരണത്താൽ നമ്മിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഏകന്റെ അല്ലെങ്കിൽ ആദാമിന്റെ അനുസരണക്കേടിനാൽ അല്ലെങ്കിൽ ആദാം സ്വയം നീതിമാനാകാൻ സ്വയം അന്വേഷിച്ചതിന്റെ ഫലത്തെക്കുറിച്ച് അതുമൂലം അത് നമ്മളെ എപ്രകാരം ബാധിച്ചു അല്ലെങ്കിൽ ബാധിക്കുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ഈ 2 വ്യക്തികളെയും നാം ഒന്ന് കമ്പയർ ചെയ്താ പഠിച്ചതല്ലേ? 2 പേരുടെയും പ്രവർത്തനങ്ങളും ഇവരുടെ 2 പേരുടെയും പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണെന്നും ഒരുവൻ അനുസരണക്കേട് കാണിച്ചു, മറ്റൊരുവൻ അനുസരിച്ചു. ഒരുവൻ മരണവും ശാപവും നമുക്ക് കൊണ്ടുവന്നുവെങ്കിൽ മറ്റവൻ നമുക്ക് ജീവന്, നിത്യതയും ഉയിർപ്പും കൊണ്ടുവന്നു. 2ന്റെയും ഫലം, അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫലവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫലവും നമ്മൾ കണ്ടു. തുടർന്ന് 5-ാം അധ്യായത്തിന്റെ വാക്യങ്ങളൊന്നും നമുക്കിനി ചിന്തിപ്പാനായിട്ട് സമയമില്ല. എങ്കിലും നമുക്ക് 6-ാം അധ്യായത്തിലേക്കൊന്ന് കണക്ട് ചെയ്യാനായിട്ട് 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. എന്നാൽ
ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഇതൊരു ഭയങ്കര സ്റ്റാർട്ടിലിംഗ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിട്ട് ഈ വായനക്കാർക്ക് തോന്നി, അല്ലെങ്കിൽ വായനക്കാർക്ക് തോന്നുന്ന ഒരു ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോസ്തലനോട് പറയുന്നത്. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു, ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു. ശരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്നുള്ളത് വളരെ തൻ്റെ ദൈവത്തിൻ്റെ കൃപയുടെ മാഹാത്മ്യം, കൃപയുടെ ആധിക്യം, അതിൻ്റെ അളവ് കണ്ട് മനസ്സിലാക്കി അപ്പോസ്തലൻ സന്തോഷത്തോടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് triumphant of grace over sin. It is all about the victory of the cross. പാപം വർദ്ധിച്ചു, അതിനപ്പുറം ഗ്രേസും കൂടെ വർദ്ധിച്ചു. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അപ്പോസ്തലൻ ഈ വാക്യം ഇപ്രകാരം ഇവിടെ ഈ 5:20 എഴുതിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. എന്നാൽ ഈ വാക്യം അല്ലെങ്കിൽ ഇവിടെ ഉയർന്നു വരാവുന്ന ഒരു ഒബ്ജക്ഷൻ അപ്പോസ്തലൻ അത് മുന്നേമേ കണ്ട്, ഹല്ലേലൂയ, ഈ 5:20 വാക്യം നിങ്ങളും ഒന്ന് വായിച്ചു നോക്കിയ നമുക്കും അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ ഇല്ലേ? നിങ്ങൾ ആ വാക്യം ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയ, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം. അങ്ങനെയാണ് ബ്രദറെ, പാപം പെരുകാൻ അല്ലെ കൃപ പെരുകാൻ പാപം ചെയ്താൽ പോരെ? അങ്ങനെയൊക്കെയുള്ളൊരു പഠിപ്പീരുണ്ട്. അന്നുകൊണ്ട് ഈ അടുത്ത ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. കൃപ അത്യന്തം വർദ്ധിച്ചെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണ് കൃപ അധികമായിട്ട് വർദ്ധിക്കാൻ കൂടുതൽ പാപം ചെയ്താൽ പോരെ? അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി, ഇങ്ങനെ ഈ ഒരു ചിന്ത ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനൊരു ഉത്തരമായിട്ടാണ് 6-ാം അധ്യായം തുടരുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മൾ ഈ 6-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു, 6-ാം അധ്യായം അത് വിശുദ്ധീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. 6, 7, 8 അധ്യായങ്ങൾ വിശുദ്ധീകരണത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു ചിന്ത ഈ 5-ാം അധ്യായത്തിന്റെ 20, 21 വാക്യങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മൾ 6ലേക്ക് അതൊന്ന് കണക്ട് ചെയ്ത് വേണം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്. ഞാൻ ഒന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ടൊന്ന് പറഞ്ഞു തരുവാണ്. 3-ാം അധ്യായത്തിന്റെ 21 വാക്യം മുതൽ 5-ാം അധ്യായത്തിന്റെ 21 വാക്യം വരെ കൃപയാൽ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ച, ക്രിസ്തുവേശുവിൽ നമുക്ക് ലഭിച്ച കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്താ നമുക്ക് ലഭിച്ചത്? നീതീകരണം, രക്ഷ കൃപയാൽ ലഭിച്ചു. അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞില്ലേ? കൃപയാൽ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറഞ്ഞു. എന്താണത്? 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കീഴിലാവുന്നു, നമുക്കൊരു പ്രത്യാശയുണ്ട്, നാം കർത്താവിനോടൊപ്പം നിത്യതയോളം ജീവിക്കും. ഇതെല്ലാം കൃപയാൽ നമ്മിൽ വന്നു ചേർന്നതാ, ദൈവത്തിന്റെ കൃപയാൽ. ഇങ്ങനെ കൃപ 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 കൃപ, സകലതും കൃപ, സകലതും കൃപ എന്ന് അപ്പോസ്തലൻ ഈ ഏതാനും ഈ 2 അധ്യായങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുക. നമ്മുടെ രക്ഷയും നമ്മുടെ നിത്യതയും
സകലതും കൃപയാ. ഇതിനകത്ത് എന്റെ പാർട്ട് എന്താ ബ്രദറെ? ഐ ഡോണ്ട് ഹാവ് എനി പാർട്ട്. വിശ്വാസത, കൃപയാൽ വിശ്വാസത്താൽ ഞാൻ വിശ്വസിച്ചു. ഞാൻ വിശ്വസിച്ചില്ലേ ബ്രദറെ? വിശ്വസിച്ചതും ദൈവത്തിന്റെ കൃപയാ. ഞാൻ വിശ്വസിക്കാനൊന്നും ശ്രമിച്ചാലും നടക്കില്ല. കാരണം ദൈവം എന്നെ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അനാദിയിലെ ദൈവം എന്നെ കണ്ടതുകൊണ്ടാ ഈ കൃപായുഗത്തിൽ ഞാൻ വന്ന് ജനിച്ചതും എനിക്ക് ഇപ്രകാരം ദൈവത്തിന്റെ വിളിയിലേക്ക് കടന്നു വരുവാൻ സാധ്യമായതും. സകലതും കൃപ. ഇങ്ങനെ കൃപ 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 എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ പറയുക അപ്പസ്തലൻ, പാപം പെരുകിയെടുത്ത് കൃപയും പെരുകി. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നു അല്ലേ? അപ്പോ ഒരു പക്ഷെ ഇങ്ങനെ എന്തിക്കാ, അപ്പോ ബ്രദറെ എല്ലാം കൃപയാലാണെങ്കിൽ നമുക്ക് ഈ കൃപ പെരുകണല്ലോ, പെരുകുന്നു അപ്പസ്തോലൻ പറയുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്താൽ പോരെ, കൂടുതൽ പാപം ചെയ്താൽ പോരെ, കൃപ അധികം പെരുകുള്ളൂ. അപ്പോ അപ്പസ്തോലൻ ഈ ഒരു തോട്ട്, ഈ ഒരു ചിന്താഗതി നിങ്ങൾ ഒരു അല്പം, ഇത് അത്ര രസമുള്ള കാര്യമല്ല, അല്പം ഒന്ന് ശ്രദ്ധയോടെ നിങ്ങളുടെ അറ്റൻഷൻ ഡിവൈഡഡ് ആയി പോകാതെ കേട്ടിരുന്നെങ്കിൽ മാത്രമേ ഞാൻ എന്താണ് പറയുന്നുള്ള കറക്റ്റ് അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് അപ്പസ്തോലൻ പറയുക, സഹോദരങ്ങളെ, കൃപയാൽ ഒരു വ്യക്തിയുടെ നീതീകരണവും കൃപയാൽ ഒരു വ്യക്തിയുടെ മഹത്വീകരണം, അതാണല്ലോ നിത്യത, ഗ്ലോറിഫിക്കേഷൻ. മഹത്വീകരണവും മാത്രമല്ല നടക്കുന്നത്, കൃപ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. അതായി 6, 7, 8. എന്താ ബ്രദറെ കൃപ ചെയ്യുന്ന മറ്റൊരു കാര്യം? കൃപ നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും പാപം പെരുകേണ്ടതിന് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി എന്ന് പറയുമ്പോൾ? അപ്പൊ കൃപ പെരുകാൻ ഇനി പാപം ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറന്നു, കൃപ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, കൃപ നമ്മളെ നിത്യതയിൽ കൊണ്ട് ചേർക്കുക മാത്രമല്ല, കൃപ നമ്മളെ ഈ ലോകത്തിൽ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിടുത്തെ കണക്ഷൻ. എന്നിട്ടാ വിശുദ്ധീകരണത്തെ കുറിച്ച് പുസ്തകം പറയുന്നത്. കൃപയാൽ നമുക്ക് ലഭിച്ച ജസ്റ്റിഫിക്കേഷൻ, കൃപയാല നമ്മുടെ ഗ്ലോറിഫിക്കേഷനും മഹത്വീകരണവും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കൃപയാല പ്രിയരെ വിശുദ്ധീകരണവും നടക്കുന്നത്. ഇത് നമ്മുടെ ഇന്നത്തെ സഭകൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും, വിശുദ്ധീകരണം, രക്ഷിക്കപ്പെട്ട് കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്ന ഒരു ദൈവമകൻ എങ്ങനെയാ തുടർന്ന് തന്റെ മഹത്വീകരണം വരെയുള്ള നാളുകളിൽ വിശുദ്ധീകരണം എന്ന ആ പ്രോസസ്സിലൂടെ നടന്നു പോകുന്നതും കൃപയാല, സ്വന്തം പ്രയത്നത്താലല്ല എന്നുള്ള ആ കൃത്യമായ മാറ്റമില്ലാത്ത തിരുവചനത്തിന്റെ പഠിപ്പിൽ നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ പെന്തക്കോസ്ത് ഗോളത്തില് രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ സ്വയമായിട്ടുള്ള വിശുദ്ധീകരണമാണ്. കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുക, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. നമുക്കൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന ദിവസം ഇന്നത് ചെയ്യുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. അത് ടൈം ടേബിളിലുള്ളത് കൊണ്ട്, വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ചർച്ചിൽ പോകും, ടൈം ടേബിളിലുള്ളതുകൊണ്ട് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സ്വയപ്രയത്നമാണ്. എൻ്റെ പ്രിയരെ, വിശുദ്ധീകരണം എന്നുള്ളത് നടക്കേണ്ടത് കർത്താവുമായി, ഞാൻ ഗ്രന്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. അപ്പോ കൃപയാല വിശുദ്ധീകരണവും നടക്കുന്നതെങ്കിൽ അപ്പോസ്തലൻ പറയുക, കൃപ എന്നുള്ളത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല.
ഞാൻ ഈ പറയുന്നത് ബ്രദറെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. ഇതങ്ങനെ ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന ചില ആൾക്കാർ ചിന്തിക്കുന്നത് കാര്യം മാത്രമാണ്. അല്ല, നമ്മുടെയും ജീവിതത്തിലുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചില ലംഘനങ്ങൾ, ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴും നമ്മളെ ആ പാപത്തെ സാധൂകരിക്കുന്ന ദൈവത്തിന്റെ ദയ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണ്. കർത്താവിന്റെ കൃപയിലാണ് ഞാൻ. കർത്താവിന്റെ കൃപ, ആ കൃപയിൽ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മളത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദൈവത്തിന്റെ ആ കൃപ, ആ ദയ, ആ മനസ്സലിവിൽ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഉള്ളതല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നമുക്കും ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നത് എന്താ? ദൈവത്തിന്റെ ദയ, മനസ്സലിവ് നിന്നെ മാനസാന്തരത്തിലേക്കാ നടത്തേണ്ടത് അല്ലേ? മനസാന്തരത്തിലേക്കല്ലേ നമ്മൾ നടത്തേണ്ടത്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നമ്മൾ ചിന്തിക്കുമ്പോ എനിക്കും കൂടി ഉള്ളതാണെന്നുള്ള ബോധ്യത്തിൽ ചിന്തിക്കുക, അല്ലാതെ ഞങ്ങൾ ആ ഗ്രൂപ്പിലുള്ളവരല്ല എന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ കടന്നുപോയിട്ടുണ്ട്, നമ്മൾ ഇനിയും കടന്നു പോകും. ഹല്ലേലൂയ. അപ്പോ 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 5-ന്റെ 21 വരെ വിശ്വാസത്താലുള്ള നീതിയെ കുറിച്ച് പറയുന്നെങ്കിൽ 6, 7, 8 അധ്യായങ്ങളിൽ ഇതേ വിശ്വാസത്താലുള്ള വിശുദ്ധീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. കൃപയാൽ വിശ്വാസത്താലുള്ള വിശുദ്ധീകരണം. ഹല്ലേലൂയ. കൃപ നമ്മളെ നീതീകരിക്കുക മാത്രമല്ല, കൃപയെ ഒരു പാപിയെ നീതീകരിക്കുക മാത്രമല്ല എൻ്റെ പ്രിയരെ. നിങ്ങളത് വ്യക്തമായിട്ട് ഉള്ളങ്ങളിലേക്ക് ഒന്ന് കയറണേ. കൃപ നമ്മളെ നീതീകരിക്കുക മാത്രമല്ല, കൃപ നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്, നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. കൃപയാലാ പ്രിയരെ നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നത്. കൃപയാല നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. കൃപയാല നാം ആ നിത്യതയ്ക്കായിട്ടുള്ള യാത്രയിൽ നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നത്. കൃപയാ നടത്തുന്നത്. ഹല്ലേലൂയ. അത് അപ്പോസ്തലനോട് വ്യക്തമായിട്ട് പറയുന്നത്. ഹല്ലേലൂയ. ഇത് നിങ്ങളൊരു അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി, ഒരു കണക്ഷൻ ആയിട്ട് മാത്രം നിങ്ങൾ കരുതുക. 6-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 23 വാക്യങ്ങളാണുള്ളത്. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, ഈ കൃപ ഞാൻ പറഞ്ഞല്ലോ, കൃപ നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഹൗ ഡസ് ദിസ്, അല്ലെങ്കിൽ ഈ കൃപ എങ്ങനെയാ ഇത് നമ്മിൽ ചെയ്യുന്നത് എന്നതാണ് ആ 14 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. കൃപ നമ്മളെ എങ്ങനെയാ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, കൃപ നമ്മെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനോട്, ക്രിസ്തുവിനോട് ഏകീഭവിപ്പിക്കുന്നു. ഗ്രേസ് യുണൈറ്റ്സ് us with Christ. കൃപ നമ്മെ കർത്താവുമായിട്ടുള്ള ഒരു ഊഷ്മളമായ ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ദൈവത്തോട് അടുത്ത് വരുവിൻ, പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് വരുവിൻ, പാപത്തെ നിങ്ങൾ ജയിക്കും. അല്ലാതെ പറ്റില്ല എൻ്റെ പ്രിയരെ. ദൈവത്തോട് അടുത്ത് അല്ലെങ്കിൽ കൂടെ നടന്ന് മാത്രമേ ഈ പാപത്തെ അല്ലെങ്കിൽ പാപലോകത്തെ ജയിക്കാൻ പറ്റൂ. എങ്ങനെയാ ഒരു ക്രിസ്ത്യൻ ലൈഫ് വിക്ടോറിയസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാമെന്ന്? വാക്ക് വിത്ത് ക്രൈസ്റ്റ്. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന, ദൈവവചന ധ്യാനം, ഉപവാസം, ദൈവത്തോടുള്ള ആ പേഴ്സണൽ ടോക്ക്, ഇതൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴാണ് അല്ലേ? അങ്ങനെയാ. നമ്മുടെ മെയിൻ ഡോർ അടച്ചിട്ടുണ്ട്, പക്ഷെ വിൻഡോസ് ചിലതൊക്കെ ഓപ്പണാണ്. നമ്മൾ മനസ്സിലാക്കണം ഏത് വിൻഡോയാ ഞാൻ അടയ്ക്കാൻ മറന്നിട്ടുള്ളത്. എൻ്റെ പ്രിയരെ,
ഈ പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും എങ്ങനെയെങ്കിലും നമ്മളെ നശിപ്പിച്ച് നമ്മളെ ഇതിൽ നിന്ന് വീഴിക്കാനാണ് നോക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ സബിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ദൈവം അവളോട് ഇടപെട്ട ഒരു കാര്യം എന്നോട് സംസാരിച്ചു. എൻ്റെ വീട്ടിൽ പല വിധമായ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ദൈവം ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ദൈവം വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചു, ഈ സിറ്റുവേഷന് വേണ്ടി, ഇവർക്ക് വേണ്ടി, ഈ സാഹചര്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ നിത്യത എന്തിനു കോംപ്രമൈസ് ചെയ്യണം? മനസ്സിലായോ? മറ്റുള്ളവർ എന്നോട് ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുമ്പോൾ ഞാൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമ്പോൾ ഞാൻ അവിടെ എൻ്റെ വിളി, എനിക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനം, എൻ്റെ പൊസിഷൻ, എൻ്റെ യാത്ര, ഞാൻ എവിടെയാകേണ്ടതാ, ഞാൻ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറക്കുകയാണ്. ഞാൻ എന്തിനത് ചെയ്യണം? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവുമായിട്ട് യുണൈറ്റഡ് ആയിട്ട്, കർത്താവുമായിട്ടുള്ള ഒരു വോം റിലേഷൻഷിപ്പിൽ നാം ആയിരിക്കണം. കൃപ എങ്ങനെയാ നമ്മളെ വിശുദ്ധീകരിക്കുന്നത്? കൃപയാ നമ്മളെ കർത്താവുമായിട്ട് ഒന്നിച്ച് നടപ്പാനായിട്ട് സഹായിക്കുന്നത്. നമുക്ക് തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചു കഴിയുമ്പോൾ അല്പം കൂടെ അതൊന്ന് വ്യക്തമാകും. തീത്തോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 12, 13 വാക്യങ്ങൾ ഒന്ന് ഉറക്കെ വായിച്ചാലോ. താങ്ക് യു സിസ്റ്റർ. അതിന്റെ 12-ന്റെ ആദ്യം മുതൽ വായിച്ചാൽ നമുക്ക് പറയാം, അത് നമ്മെ ശിക്ഷിച്ചു വളർന്നു. എന്ത്? അതിന്റെ ആദ്യം വായിച്ചു നോക്കി. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അങ്ങനെയല്ല വാക്യം തുടങ്ങുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അത് എന്ന് വെച്ചാൽ ഏത്? ഈ കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കേണ്ടതിന് കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോസ്തലൻ പറഞ്ഞു, പാപം പെരുകേടത്ത് കൃപ അത്യന്തം പെരുകി. അങ്ങനെയെങ്കിൽ കൃപ പെരുകാൻ പാപം ചെയ്താൽ പോരെ? ഇങ്ങനെ ചിന്തിക്കുന്നവരോട് പൗൽ പറയുകയാ, കൃപ നമ്മെ ഈ ലോകത്തിൽ നാം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നു. നാം ഈ ലോകത്തിൽ നാം എപ്രകാരം ജീവിക്കണമെന്ന് ശിക്ഷിച്ച് നമ്മെ നടത്തുന്നു. എങ്ങനെയാ ജീവിക്കേണ്ടത്? ഭക്തികേട്, പ്രപഞ്ചമോഹങ്ങൾ വർജിച്ച്. ഹല്ലേലൂയ. ഭക്തികേട്, പ്രപഞ്ചമോഹങ്ങൾ. ഈ പണ്ട് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെക്കാളും അല്പം കൂടെ ഇൻസുലേഷൻസ് ഒക്കെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് ഉണ്ടായിരുന്നു അല്ലേ? പണ്ടത്തേനേക്കാളും ഇന്നത്തേനേക്കാളും ഒരുപാട് കൂടുതൽ ഇൻസുലേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അത്ര ഇല്ല അല്ലേ? ഇന്ന് പലതും നമുക്ക്, പണ്ട് നമ്മൾ പലതും പുറത്തു പോയാ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം പിശാച് നമ്മുടെ ഭവനത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുക. ഇന്ന് പലതും നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്നിരിക്കുകയെ, നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുകയെ. പണ്ടത്ര ഈസി അല്ലായിരുന്നു നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട്. അത് നമുക്ക് അത്ര ഈസി ആയിട്ട് ലഭിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് അറ്റ് വൺ ക്ലിക്ക് എവരിതിങ് ഈസ് അവൈലബിൾ. ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ നടുവിൽ എൻ്റെ പ്രിയരെ, നിന്റെ ബലത്തിലോ നമ്മുടെ ബലത്തിലോ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതിന്റെ നടുവിൽ വിക്ടോറിയസ് ആയിട്ട് ജീവിക്കണമെങ്കിൽ
നമ്മൾ ഈ കൃപയിൽ ആശ്രയിച്ചേ മതിയാവും. ദൈവത്തോട് കൂടെ നടന്നേ മതിയാവും. വചനവും പ്രാർത്ഥനയും ഉപവാസവും വചനധ്യാനവും വചന പഠനവും. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ പറയുകയാണെങ്കിൽ ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് മെസ്സേജ് എങ്കിലും കേട്ടിരിക്കണം. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഹല്ലേലൂയ. അറ്റ്ലീസ്റ്റ് ഒരു 20 minutes ഉള്ള ഇഷ്ടംപോലെ നമുക്ക് ഈ ഓൺലൈൻ മീഡിയാസ് ഒക്കെ നമ്മുടെ ഗുണീകരണത്തിനായിട്ടും ബുദ്ധി ഉപദേശത്തിനായിട്ടും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ആത്മീയ തകർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും നമ്മൾ കേട്ടിരിക്കണം. കാരണം ദൈവവചന കേൾവി നമ്മളെ ഉദ്ദീപിപ്പിക്കും. ദൈവവചന കേൾവി നമ്മളെ ഗുണീകരണത്തിനായിട്ട് നമ്മളെ ശിക്ഷിച്ച് നമ്മളെ എപ്രകാരം നമുക്കൊരു മനസാക്ഷിയിൽ ഒരു കുത്തലുണ്ടാവും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ഈ ദൈവവചനം പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ധ്യാനങ്ങൾ കേൾക്കാതിരുന്ന് നോക്കിയേ, നമ്മൾ പതുക്കെ നമ്മൾ ഒഴുകി തുടങ്ങും. തീർച്ചയായിട്ടും ഒഴുകി തുടങ്ങും. അപ്പൊ ദൈവകൃപ എന്ത് ചെയ്യുന്നു? ഭക്തിയോടും സുബോധത്തോടും കൂടി ജീവിക്കേണ്ടതിന് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എനിക്ക് സുബോധം എന്ന് പറയുന്നത് ഇന്ന് പലർക്കും ഇല്ലാത്ത കാര്യമല്ലേ. എന്താ ശുദ്ധം, എന്താണ് അശുദ്ധം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതൊന്നും അറിയില്ല എന്ന് പലർക്കും. എൻ്റെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമുള്ളത് എന്ത്, പ്രയോജനമില്ലാത്തത് എന്ത്, പലർക്കും അറിയില്ല. ഹല്ലേലൂയ. അപ്പോ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കൃപ നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഇതെങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് കൃപ ഇതെങ്ങനെയാ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പോസ്തലൻ. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കൃപ പണ്ട് നമ്മൾ ഒരു പാപമെന്ന ദാസന് അല്ല പാപമെന്ന യജമാനന് അടിമയായിരുന്നു. പക്ഷേ ഈ 15 മുതൽ 21 വരെ വാക്യങ്ങൾ പറയുക, ഇപ്പോൾ നിങ്ങളെ മറ്റൊന്നിന് കൃപ അടിമയാക്കുന്നു. എന്താ? നീതിക്ക് നിങ്ങളെ ദാസന്മാരാക്കുന്നു. കൃപ, ഗ്രേസ് initiates a new slavery to righteousness. Grace initiates a new slavery to righteousness. നീതിക്ക് നമ്മെ അടിമകളാക്കുന്നു. കൃപ നമ്മെ നീതിക്ക് അടിമകളാക്കുന്നു. ഹല്ലേലൂയ. പണ്ടെന്നെ ഞാൻ പാപത്തിനാ സമർപ്പിച്ചിരുന്നത്. എനിക്ക് അപ്പോസ്തലൻ എനിക്ക് നന്മ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഞാൻ ആഗ്രഹിക്കാത്ത, ഞാൻ ഇഷ്ടപ്പെടാത്ത തിന്മയാ വരുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ഈ കൃപ എന്നെ ശിക്ഷിച്ച് നീതിക്ക് അടിമയായിട്ട് എന്നെ വളർത്തുകയാണ്. അതാണ് 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എ ന്യൂ സ്ലേവറി. ഹല്ലേലൂയ. ഞാൻ മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ ഈ 2 ഭാഗങ്ങള് റോമാലേഖനത്തിന്റെ 3-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുക, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന ആ ഭാഗത്ത് പറയുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. എന്നാൽ ഈ 6, 7, 8 അധ്യായങ്ങളിൽ പറയുന്നുണ്ടല്ലോ, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെന്നല്ല, പിന്നെയോ ഞാനും കർത്താവിനോടുകൂടെ മരിച്ചു. അതാ വിശുദ്ധീകരണം. അല്ലേ? നീതീകരണത്തിൽ 3-ാം അധ്യായം 3, 4, 5 അധ്യായങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്കായി കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു, വിശ്വാസത്തോടെ കൃപയാൽ അത് ഏറ്റെടുത്തു എന്നാ അപ്പോസ്തലൻ പഠിപ്പിച്ചെങ്കിൽ, ഇവിടെ പറയുക കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെന്നല്ല, കർത്താവിനോടൊപ്പം ഞാനും മരിച്ചു. ഞാനും മരിച്ചൊരവസ്ഥയാ എൻ്റെ പ്രിയരെ വിശുദ്ധീകരണം. ഞാൻ എന്നെ കൊന്ന് എന്നിൽ കർത്താവിനെ വളർത്തുന്നതാ. അതല്ലേ യോഹന്നാൻ പറഞ്ഞു, ഞാനോ കുറയണം അവനോ വളരണം. ഈ ഒരവസ്ഥയാ. ഹല്ലേലൂയ. ഈ പ്രോസസ്സാണ് വിശുദ്ധീകരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാല് നീതീകരണത്തിൽ നീതി, കർത്താവ് നീതി എന്റെ പേർക്കായി കണക്കിടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ വിശ്വസിച്ചപ്പോൾ
ഞാൻ കർത്താവിനെ എന്റെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം നീതി എന്റെ പേർക്കായി കണക്കിട്ടു. ഹല്ലേലൂയ. എന്നാൽ ഈ വിശുദ്ധീകരണത്തിൽ അല്ലെങ്കിൽ ഈ 6, 7, 8 അധ്യായങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നത് ഈ നീതി എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതിനെ കുറിച്ചാണ്. നീതി എങ്ങനെ, ഈ നീതീകരണം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത് എങ്ങനെ? അത് കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഞാൻ നടക്കുമ്പോഴാണ്, ആ ബന്ധത്തിലേക്ക് ഞാൻ വരുമ്പോഴാണ്. കർത്താവ് കാൽവരിയിൽ എനിക്ക് വേണ്ടി ക്രൂശ് എടുത്തു, ഞാനും ക്രൂശ് എടുത്തു. കർത്താവ് മരിച്ചു, ഞാനും മരിച്ചു. കർത്താവ് അടക്കപ്പെട്ടു, ഞാനും അടക്കപ്പെട്ടു. കർത്താവ് ഉയർത്തു, ഞാനും ഉയർത്തു. കർത്താവ് ജീവിക്കുന്നു, ഞാനും ദൈവത്തിനായി ഇന്ന് ജീവിക്കുന്നു. ഇതാ കമ്പാരിസൺ. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് എൻ്റെ പ്രിയരെ. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ജീവിക്കുന്നു. അതിനെയാ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മൾ ഈ വാക്യങ്ങൾ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് ചിന്തിക്കും. ഞാൻ നിങ്ങൾക്കതൊന്ന് വ്യക്തമായിട്ട് അതിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു പാത്തൊന്ന് വെട്ടുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഇത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അത് നമ്മുടെ പണ്ടത്തെ അവസ്ഥയാണ്. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ആ ഭാഗം നിങ്ങൾ 10 വരെ വായിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അപ്പോസ്തലൻ അവിടെ വ്യക്തമായിട്ട് വിവരിക്കുകയാണ്. നാം മരിച്ചവരായിരുന്നു, പക്ഷെ കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി രക്ഷാമാർഗം തുറന്നപ്പോൾ കർത്താവിനോടൊപ്പം നാമും മരിച്ചു, നാമും അടക്കപ്പെട്ടു, നാമും ഉയർത്തു, നാമും ഇന്ന് ദൈവത്തിനായി ക്രിസ്തുയേശുവിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നു. ഹാലേ. ഇത് തന്നെ കൊലോസി ലേഖനത്തിലും 1-2 വാക്യങ്ങൾ നിന്ന് കാണിച്ച് മുൻപോട്ട് പോകാം. കൊലോസി ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചെങ്കിൽ. മതി. ഇവിടെ പുസ്തകം പറയുക, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാ വിശുദ്ധ ജീവിതം. ഉയരത്തിലുള്ളതിനായി കീഴേ ഉള്ളതിനെ ഞാൻ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുക. എനിക്ക് പക്ഷെ ഇന്ന് നടക്കുന്നത് നേരെ തിരിച്ചാ. കീഴേ ഉള്ളതിനായി ഉയരത്തിലുള്ളത് ഞാൻ കോംപ്രമൈസ് ജീവിക്കുക. അങ്ങനെയല്ല എന്റെ പ്രിയരെ, ഉയരത്തിലുള്ളതിനായി ജീവിക്കുവിൻ. ഉയരത്തിലുള്ളതാ നാം അന്വേഷിക്കേണ്ടത്. ഈ ഭൂമിയിലുള്ളത് നാം അന്വേഷിച്ച് പോകണ്ടെന്നാ പറയുന്നത്. കാരണം ദൈവം നമ്മെ പോറ്റാൻ പുലർത്താൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കർത്താവ് തന്റെ പരസ്യജീവിത കാലത്ത് മത്തായി നേരിട്ട് പറഞ്ഞതാ ജനങ്ങളോട്, നിങ്ങൾ ഉയരങ്ങളിലല്ല അന്വേഷിക്കും, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ പുലർത്തും, ഞാൻ നിങ്ങളെ നടത്തും. ഇതൊന്നും ഈ വാക്യമൊന്നും ജീവനായിട്ട് വരുന്നില്ല അല്ലേ? ഈ വാക്യം ജീവനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സമാധാനം അനുഭവിക്കും, നമുക്കൊരു സ്വസ്ഥത ലഭിക്കും. നമുക്കൊരു സ്വസ്ഥതയിലേക്ക്, നമുക്കൊരു ശബ്ബത്ത് അനുഭവത്തിലേക്കാണ് നമ്മളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളൊരു സ്വസ്ഥതയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്രത്തോളം വിചാരപ്പെട്ട വിഷയങ്ങളുടെ മേൽ ദൈവം സ്വസ്ഥത തന്നില്ലേ? അങ്ങനെയെങ്കിൽ ഇനിയും നമുക്കെന്താ ആ കഴിഞ്ഞ അനുഭവങ്ങൾ നമുക്കെന്താ ഇപ്പോൾ ജീവനായിട്ട് വരാത്തത്? അങ്ങനെയെങ്കിൽ ഇനിയും ദൈവം എന്നെ നടത്തും, ഇനിയും ദൈവം അതിനൊരു ഉത്തരം നൽകും. ഇനിയും അത് മനസ്സിലാക്കി അത് ജീവനായിട്ട് ഏറ്റെടുത്തിട്ട് നാം സ്വസ്ഥതയിലായിരിക്കണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രിയരെ. സകലത്തിന്റെ മേലും സ്വസ്ഥതയോടുള്ള ഒരു ജീവിതം ഒരു ഏറ്റവും വലിയൊരു സാക്ഷ്യമാട്ടോ.
ഒരു ക്രിസ്തീയ സാക്ഷ്യമാണ്. സ്വസ്ഥതയോടെയുള്ള ജീവിതം, സമാധാനത്തോടെ ഉള്ള ജീവിതം. സകല ബുദ്ധിക്കും മനസ്സിലാകാൻ പറ്റാത്ത, മറ്റുള്ളവർ ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റാത്തൊരു സ്വസ്ഥത ഈ വ്യക്തി അനുഭവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം അധ്യായത്തിന്റെ, നമ്മുടെ സമയം മുൻപോട്ട് പോയല്ലോ, 6-ാം അധ്യായത്തിന്റെ റോമാലേഖനം 6-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചൊന്ന് തുടങ്ങി വെക്കാം. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ കർത്താവിന്റെ വരവ് താമസം നമുക്ക് അടുത്ത ആഴ്ചയിൽ മുൻപോട്ട് ചിന്തിക്കാം. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഉറക്കെ വായിച്ചാണ്. ഈ 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുക, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഞാൻ പറഞ്ഞല്ലോ, മുകളിൽ പറഞ്ഞ ആ ചോദ്യത്തിന്, ആ ഒരു ചിന്താഗതിക്കുള്ള മറുപടി ആയിട്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്. പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം പെരുകി. ഇഫ് ദെൻ പോൾ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്താൽ പോരെ? ഇൻ അതർ വേർഡ്സ്, ഭക്തിവാക്യത്തിൽ പറഞ്ഞ അപ്പോസ്തലനെ കർത്താവ് ന്യായപ്രമാണത്തെ പൂർത്തീകരിപ്പാനും ന്യായപ്രമാണത്തെ നീക്കുവാനുമായിട്ടല്ലേ, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? യു ആർ ടോക്കിംഗ് അബൌട്ട് ദ abolishment, the fulfillment and abolishment of law, and only grace now. No law, only grace now. അങ്ങനെയല്ലേ? ഇങ്ങനെയുള്ള ചിന്തയൊക്കെ എന്റെ തുടക്കകാലത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു തുടക്കകാലത്തുണ്ടായിരുന്നു ന്യായപ്രമാണത്തെ നീക്കുവാനും ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുവാനുമായിട്ട് നമ്മുടെ കർത്താവ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നോ മോർ ലോ, എല്ലാം കൃപയല്ലേ? ഇങ്ങനെ ഒരു തിങ്കിങ്. അപ്പൊ ഈ ഗ്രേസ് പെരുകാൻ പാപം ചെയ്താ പോരെ? അവരോട് കർത്താവ് പറയുക, നിങ്ങൾ ആരാ? ഒരിക്കലും ഒരു നാളും വരുത്. നിങ്ങൾ ആരാ? ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ പദവി എന്താ നിങ്ങൾ അറിയുന്നില്ലേ? ഇതാ ചോദ്യം. നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ആരാ? നിങ്ങളൊരു രാജകീയ പുരോഹിത വർഗമല്ലേ? നിങ്ങളെ സ്വർഗസ്ഥാനങ്ങളിൽ ഇരുത്തിയിരിക്കുകയല്ലേ? ക്രിസ്തുവേശുവിൽ നിങ്ങൾക്കുള്ള പദവി എന്താ? ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിയരെ, ദൈവത്തിന്റെ ദയ, മനസ്സലിവ് നമ്മളെ മനസാന്തരത്തിലേക്കാണ് നടത്തേണ്ടത് കേട്ടോ. ഞാൻ തെറ്റിപ്പോയിട്ടും, ഞാൻ പാപം ചെയ്തിട്ടും, ലംഘനം എൻ്റെ ജീവിതത്തിൽ പെരുകിയിട്ടും, ഹല്ലേലൂയ, പഴയ നിയമത്തിലെ ദൈവത്തെ നമ്മൾ കാണുന്നത് വരമ്പത്ത് കൂലിയ. നമുക്കറിയാലോ, ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഈ കൃപ പെരുകിയത് കൊണ്ടാ നമ്മളൊക്കെ സ്പേഡായിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. പാപമാണെന്ന് അറിഞ്ഞിട്ടും, ലംഘനമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്ത് അതിൽ രസിച്ചില്ലേ? നമ്മളതിനെ വിട്ടുമാറിയില്ലോ. എന്നിട്ടും ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞില്ലല്ലോ. ദൈവം നമ്മളോട് പകരം ചെയ്തില്ലല്ലോ. അവന്റെ ദയ, മനസ്സലിവ് ഇതോർത്ത് മനസാന്തരമാ ഉണ്ടാകേണ്ടത്. അല്ലാതെ ദൈവം കാണുന്നില്ല, ദൈവം അറിയുന്നില്ല എന്ന് കരുതരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരു നാളും അരുത് പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? എന്താ ഈ പാപസംബന്ധമായി മരിച്ചു എന്ന് വെച്ചാൽ? ഇതിന് പല വേർഷൻസ് ഓഫ് എക്സ്പ്ലനേഷൻ ഉണ്ട്. നമ്മളൊരല്പം സീരിയസ് ആയിട്ട് ഇത് പഠിക്കുന്നത് കൊണ്ടാണ്. ഇത് കാഷ്വലായിട്ട് അങ്ങ് വായിച്ചു വിട്ടാൽ ഒന്നും നമ്മൾ ചുമ്മാ അങ്ങ് വായിച്ചങ്ങോട്ടു ഒന്നും മനസ്സിലായൊന്നുമില്ല. പക്ഷെ നമ്മൾ വാക്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? എന്താ ഈ പാപസംബന്ധമായി മരിച്ചു? നമുക്കിനി പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറ്റിയപ്പെട്ടോ?
അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ പിന്നീട് ആ വ്യക്തിക്ക് പുറത്തു നിന്ന് നമ്മൾ എന്തൊരു എക്സ്റ്റേണൽ സ്റ്റിമുലേ കൊടുത്താലും ഒരു റെസ്പോൺസും കാണത്തില്ല, കാരണം മരിച്ചു. അപ്പൊ പാപസംബന്ധമായി ഞാൻ മരിച്ചു എന്ന് വെച്ചാൽ ഇനി എന്റെ പുറത്തു നിന്ന് പാപത്തിന്റെ എന്ത് വലിയ പ്രലോഭനം വന്നാലും എനിക്ക് അതിനോട് റെസ്പോൺസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു എന്നാണോ? അങ്ങനെ ഒരു ടീച്ചിങ് ഉണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. അതൊരു ബിബ്ലിക്കൽ ടീച്ചിങ് അല്ല. ഞാൻ പറയാം, പാപസംബന്ധമായി ഈ വാക്യം പാപസംബന്ധമായി മരിച്ചു. എത്ര പ്രലോഭനം നമ്മുടെ മുൻപിൽ വന്നാലും നമ്മൾ അതിന് ഉദാഹരണം പറയുന്നത്, നമ്മൾ വഴി കടന്നു പോകുമ്പോൾ ഒരു ചത്ത പൂച്ചയോ നായയോ കണ്ടാൽ അതിനെ തട്ടി നോക്കിയാൽ അറിയാം ജീവിക്കണം, തല്ലി നോക്കിയാൽ അറിയാം. അതുപോലെ ആ ഒരവസ്ഥയിലേക്ക് റെസ്പോണ്ട് ചെയ്ത് നീ പാപത്തോട് റെസ്പോണ്ട് ചെയ്യുന്നുവെങ്കിൽ നീ മരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ടീച്ചിങ് ഉണ്ട്. അതല്ല, അത് ബിബ്ലിക്കലല്ല. പാപസംബന്ധമായി മരിച്ചു. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടത്തില്ല. നിങ്ങൾ ആ വചനപുസ്തകം തുറക്കണേ. 6-ാം അധ്യായം തുറന്നു വെച്ചിട്ട് 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലാണ് പറയുന്നത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഓക്കെ, അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പോ ഈ ഒരു പാസേജിൽ ഈ 14 വരെയുള്ള വാക്യങ്ങളിൽ 2 ഭാഗത്തും നമ്മളെ കുറിച്ച് പാപസംബന്ധമായി മരിച്ചു, പാപസംബന്ധമായി മരിച്ചു എന്ന് നിങ്ങൾ വായിച്ചു കണ്ടല്ലോ അവിടെ അല്ലേ? നിങ്ങൾ അതിന്റെ 10-ാമത്തെ വാക്യം നോക്കിക്കേ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അതാരെ കുറിച്ച് വന്നിരിക്കുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വചനം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ, ഒരു പാസേജിൽ തന്നെ ഒരു ഐഡിയ പറയുമ്പോൾ തന്നെ ഒരു പദപ്രയോഗം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതെല്ലാം സെയിം മീനിങ്ങിലായിരിക്കും, ഒരേ അർത്ഥത്തിലായിരിക്കും. ഒരു പാസേജിൽ ഞാൻ പറഞ്ഞല്ലോ 1 മുതൽ 14 വരെ ഒരേ കാര്യമാണ് അപ്പസ്തോലൻ പറയുന്നത്. ഇവിടെ 3 സ്ഥലത്ത് പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞു. 2-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും പറയുക, നമ്മളെ കുറിച്ച് പറയുക, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു. 10-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞില്ലേ? 10-ാം വാക്യത്തിൽ പറയുക, അവണ്ണം ക്രിസ്തുവും പാപസംബന്ധമായി മരിച്ചു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു അർത്ഥമാണ് എങ്കിൽ, അതായത് ഒരിക്കല് പാപത്തോട് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു, രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവിനോട് അനുരൂപനായതിനു ശേഷം ഞാൻ പാപസംബന്ധമായി മരിച്ചു, ഇനി പാപത്തോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. ആ അർത്ഥത്തിലാണെങ്കിൽ അതിവിടെ കർത്താവിനും ആപ്ലിക്കബിളാ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കർത്താവും there was a time കർത്താവും പാപത്തോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, പിന്നീട് അതിൽ നിന്ന് മാറി. നമ്മുടെ കർത്താവിനെ കുറിച്ച് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തികച്ചും വ്യർത്ഥമാണ്. അങ്ങനെ അത് തെറ്റാണ്. കാരണം പാപമില്ലാത്തവൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പവിത്രൻ, പാപം വിട്ടകന്നവൻ, അത് നമ്മുടെ കർത്താവ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനത് അടുത്ത ആഴ്ച മുഴുവനായിട്ട് അത് നമുക്ക് ഒരു ക്ലാസ് തന്നെ അതിന് വേണ്ടി വരും. പാപസംബന്ധമായി ഇത് നമ്മൾ തെറ്റിപ്പോകരുത്. നമ്മൾ പാപം ചെയ്യാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു, നമുക്കിനി പാപം ചെയ്യാൻ കഴിയത്തില്ല, അങ്ങനെയൊന്നുമല്ല. കൃത്യമായ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഒരു ചിന്ത പറയുന്നത് പാപസംബന്ധമായി മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി എന്നല്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് 10-ാം വാക്യത്തിൽ കർത്താവിനെ കുറിച്ചും അങ്ങനെ പറയുക, പാപസംബന്ധമായി മരിച്ചു. അപ്പൊ കർത്താവ് ഒരിക്കൽ പാപം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു, പിന്നീട് അത് മരിച്ച് പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി എന്നാണ്. അങ്ങനെയല്ല. അതെ, അതൊരിക്കലും നമ്മുടെ കർത്താവിന് ചേർന്നതല്ല. കാരണം നമ്മുടെ കർത്താവ് പാപമില്ലാത്തവൻ, പാപം വിട്ടകന്നവൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, അങ്ങനെയാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹാലേലൂയ, അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഹാലേലൂയ. എൻ്റെ പ്രിയരെ, അപ്പോൾ നമുക്കത് എന്താണ് അവിടെ കൃത്യമായിട്ട് പാപം സംബന്ധമായി നാം മരിച്ചു എന്നുള്ളത് ദൈവം അനുവദിച്ച് നമുക്ക് അടുത്ത ആഴ്ചയിൽ എന്നെക്കുറിച്ച്
ചിന്തിക്കാം. ഹല്ലേലൂയ. നമ്മളിന്ന് ഇവിടെ ഈ കൂട്ടിവരവ്, ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, അവിടുന്ന് കൃപയാൽ എൻ്റെ ജീവിതത്തിൽ, കൃപയാൽ വിശ്വാസത്താൽ എൻ്റെ ജീവിതത്തിലെ വിശുദ്ധീകരണം എന്ന പ്രക്രിയയിലൂടെ എന്നെ കടത്തിവിടുമ്പോൾ ഈ ലോകത്തെ എനിക്ക് ജയിച്ച് ഈ പാപ സാധ്യതകളെ തോൽപ്പിച്ച് എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ദൈവത്തോട് അടുത്ത് വരുവിൻ, അങ്ങനെയെങ്കിൽ പിശാച് നിങ്ങളെ വിട്ട് അകന്നു പോകും. ദൈവത്തോട് അടുത്ത് വരുവിൻ, എങ്കിൽ പാപത്തെ ജയിച്ച് നിങ്ങൾക്ക് ജീവിപ്പാനായിട്ട് സാധിക്കും. കർത്താവേ, അവിടുന്നുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഞങ്ങൾ ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ കർത്താവേ. കാരണം ഞങ്ങൾ അശക്തരാ, ഞങ്ങൾ പാപികളാ. ഞങ്ങളുടെ ബേസിക് നേച്ചർ പാപം ചെയ്യുക എന്നുള്ളതാ കർത്താവേ. അവിടുത്തെ കൃപ അത്യധികമായി ഞങ്ങളുടെ ഉള്ളങ്ങളിൽ, ഞങ്ങളിൽ മേൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ അപ്പാ ഞങ്ങൾക്ക് ഇതിനെ ജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ സന്നിധിയിൽ തരുന്നു കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളെ നടത്തേണ്ടതിനായിട്ട് കർത്താവ്, ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. ഹല്ലേലൂയ. ഒരു ഗാനം പാടി 1-2 വാക്കുകൾ